എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. ജീവിതത്തിലെ അനുഭവങ്ങൾ നമുക്ക് തുടർന്ന് ഉള്ള ജീവിതത്തിന്റെ ഊർജമാണ്. എനിക്ക് വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഒരാളുണ്ട്. എൻ്റെ പപ്പയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. 90കളുടെ പകുതി മുതൽ പപ്പയോട് ചേർന്ന് ഒരുമിച്ച് സുവിശേഷ വേലയൊക്കെ ചെയ്ത ഒരു അനുഗ്രഹീത ദേവദാസൻ. അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയാണ്. മറ്റൊന്നുമല്ല, ഒരു സൈക്കിളിൽ 4 രാജ്യങ്ങളിൽ കിലോമീറ്ററുകൾ ഒരേ സൈക്കിളിൽ സഞ്ചരിച്ച് തൻ്റെ സൈക്കിളിന്റെ മുൻപിൽ അഹിംസ, പ്രേം എന്ന 2 വാക്കുകൾ എഴുതി വെച്ച് ലോക സുവിശേഷീകരണത്തിന് വേണ്ടി തന്നാലാവുന്ന ഒരു കാര്യം ചെയ്ത ഒരു അനുഗ്രഹീത ദേവദാസൻ. 18 ഭാഷകളിൽ അദ്ദേഹം സുവിശേഷം പ്രചരിപ്പിക്കുവാനായിട്ട് സൈക്കിളിൽ യാത്ര ചെയ്തു. കന്യാകുമാരി മുതൽ വടക്കോട്ട് ഇന്ത്യയുടെ അതിർത്തി, അതുകൂടാതെ നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം ഈ സൈക്കിൾ സഞ്ചരിച്ച് സുവിശേഷ പ്രഘോഷണം നടത്തി. അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത പത്രക്കാർ അതിനെക്കുറിച്ച് പറഞ്ഞത് ലോക ചരിത്രത്തിൽ ഇതാദ്യം എന്നാണ്. ഒരു സൈക്കിളിൽ ഒരു വ്യക്തി ഇത്രയും കിലോമീറ്റർ 4 രാജ്യങ്ങളിലായി ദൈവവചനം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയും സമാധാനവും അറിയിച്ച് നടന്നത് ആദ്യമായിട്ടാണ്. അതിനു മുൻപോ അതിനുശേഷം അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, ലോക ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ ദൈവം തിരഞ്ഞെടുത്ത അനുഗ്രഹീത ദേവദാസൻ, സൈക്കിൾ ഉപദേശി എന്ന് അറിയപ്പെടുന്ന ഫിലിപ്പോസ് ഉപദേശി, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫിലിപ്പോസ് ഞങ്ങൾ എന്നോടുകൂടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് കേൾക്കാം. ഒത്തിരി നാളിന് ശേഷമാണ് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങളുടെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. യാത്രക്കിടയ്ക്ക് തിരികെ വന്ന് ഞങ്ങളുടെ ചർച്ചിൽ വന്നത് അന്നത്തെ പ്രസംഗങ്ങളൊക്കെ ഒരു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് കേട്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഞങ്ങളെ പഠിപ്പിച്ച പാട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യാത്ര ഒരുപാട് ദൈർഘ്യമുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ ഈ യാത്രകളിൽ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സമ്മിശ്രമായിട്ടുള്ള. എന്നാൽ ഏറ്റവും ഈ അതിഥി സൽക്കാരം എന്ന് പറയുന്നൊരു സംഭവം, അത് ഒരുപാട് അനുഭവത്തിലുണ്ടാകും യാത്രകൾ. അത് മനസ്സിൽ എപ്പോഴും ഊഷ്മളമായിരിക്കുന്ന, എപ്പോഴും മറക്കാനാവാത്തൊരു ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ പ്രേക്ഷകരുമായിട്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ പട്ടണത്തിൽ കുറച്ചു കാലം താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്തു. ആ കാലഘട്ടത്തിലെ എൻ്റെയും ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നു ജേക്കബ് പാസ്റ്റർ, ഇദ്ദേഹത്തിൻ്റെ പിതാവ്. ഞങ്ങൾ തമ്മിൽ വളരെ സൗഹൃദവും സന്തോഷവും സ്നേഹവും പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തവും ഉണ്ടായിരുന്നു. അന്ന് ഇദ്ദേഹം വളരെ ചെറിയ ഒരു മോനായിരുന്നു. ഇന്ന് ഇദ്ദേഹം വലിയൊരു കലാകാരനായി മാറിയതിലും കർത്താവിൻ്റെ ദാസനായി ശുശ്രൂഷകളിൽ തിളങ്ങുന്നതിലും എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. എൻ്റെ സൈക്കിൾ യാത്ര കേരളത്തിൽ നടന്നപ്പോൾ ഞാൻ വയനാട്ടിലെത്തി. വയനാട്ടിലെ പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് ഇങ്ങനെ പോയി. പല സ്ഥലങ്ങളിൽ ആളുകൾ എന്നെ സ്വീകരിച്ചു. എന്നാൽ അതിൽ പ്രത്യേകമായ ഒരു അനുഭവം ഉണ്ടായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് വയനാട്ടിലെ പനമരം, നടവയൽ മുതലായ സ്ഥലങ്ങളിലൊക്കെ ശുശ്രൂഷിച്ച് വന്നപ്പോൾ സന്ധ്യയായി, സമയം വൈകുന്നേരമായി. അപ്പോൾ ഒരു പുഴ കടന്ന്, ഒഴുക്ക് വളരെ കുറവുള്ള ഒരു പുഴ കടന്ന് കയറിയപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചു, എവിടെയെങ്കിലും പള്ളികളുണ്ടോ, ആരാധന സ്ഥലമുണ്ടോ ക്രിസ്ത്യാനികളുടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാളിനോട് പറഞ്ഞു, കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ ഒരു പള്ളിയുടെ പണി നടക്കുന്നുണ്ടോ. ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ സമയം സന്ധ്യയായി, പണിക്കാരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഉപദേശിയുണ്ട് അവിടെ. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ചെന്ന് പരിചയപ്പെട്ടപ്പോൾ പണിക്കാരൊക്കെ പോയെങ്കിലും വീണ്ടും ചില അത്യാവശ്യ പണികളൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു 5 മിനിറ്റ് നിൽക്ക്, ഞാനത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വന്നു. മകൻ എവിടെയോ കടയിൽ പോയിട്ട് വന്നതാണ്. അപ്പോൾ മകനോട് പറഞ്ഞു, മോനെ, നമുക്കിന്ന് അതിഥിയായിട്ടൊരു ദൈവദാസനുണ്ട്, അദ്ദേഹത്തെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ മോൻ എന്നെ വിളിച്ച് മുമ്പോട്ട് കൊണ്ടുപോയി. നല്ല വഴിയാണ്. ആ വഴി കഴിഞ്ഞിട്ട് ഒരു ഇടവഴിയിലേക്ക് കയറി. മുള കൊണ്ടാണ് അവിടേക്ക് ഈ മതിൽ തീർക്കുന്നത്. ഈ മുളയുടെ ചില്ലുകൾ കൊണ്ട് മതിൽ തീർത്ത മനോഹരമായ ഒരു നടവഴിയിലൂടെ നടന്ന് അവരുടെ ഗേറ്റിനവിടെ എത്തി. ചെറിയ വീടാണ്, ഗേറ്റ് മുള കൊണ്ടുള്ള ഗേറ്റാണ്. ആ മുളയുടെ അവിടെ ചെന്നപ്പം അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അമ്മച്ചിയെ, നമുക്കിന്ന് അതിഥിയായിട്ടൊരു ദൈവദാസനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അമ്മയും 2 പെൺമക്കളും പുറത്തേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ ഈ സഹോദരൻ്റെ പെങ്ങന്മാർ. അവരുടെ കയ്യിൽ ഒരു കിണ്ടിയുണ്ട്, ഒരു തോർത്തുണ്ട്, കിണ്ടിക്കകത്ത് വെള്ളമുണ്ട്. ആ വെള്ളം കൊണ്ടുവന്നിട്ട്, കിണ്ടി എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലായി കാണുമല്ലോ, ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എന്ന് വിചാരിച്ചാൽ മതി. അത് കൊണ്ടുവന്ന് എൻ്റെ കാല് 2ഉം കഴുകി ആ സഹോദരി. എന്നിട്ട് ആ തോർത്ത് കൊണ്ട് തുടച്ചു. എന്നിട്ട് എന്നെ അവരുടെ വീട്ടിലേക്ക് നടത്തി.
വീട്ടിൽ ചെന്ന് കയറിയിരുന്ന് തിണ്ണയ്ക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ മോൻ ഉടനെ ഒരു കരിക്ക് ഇട്ട് വെട്ടി കൊണ്ടുവന്ന് എനിക്ക് തന്നു. കരിക്കെന്ന് പറഞ്ഞാൽ ഇളം തേങ്ങയുടെ ഇളം തേങ്ങയ്ക്ക് കരിക്കെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ടൊന്ന് ഞാൻ കുടിച്ചു. കുളി ഒക്കെ കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ അദ്ദേഹം വന്നു. അദ്ദേഹവും കുളിയെല്ലാം കഴിഞ്ഞ് വന്നിരുന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് സംസാരം തുടങ്ങി. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെന്താ ഉപദേശി? അദ്ദേഹം ഉപദേശിയാണ്, ബ്രദറൻ സഭയിലെ ഉപദേശിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഉപദേശി, ഇങ്ങനെ കാര്യമായ ഒരു സ്വീകരണം എനിക്കിതുവരെ ലഭിച്ചിട്ടില്ല, എന്താണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും ഒരു സുവിശേഷകൻ ആയിരുന്നു. ഒരുപാട് സഞ്ചരിച്ച് കർത്താവിൻ്റെ വേല ചെയ്തിട്ടുള്ള ആളാണ്. എന്നെ പലയിടത്തും ആളുകൾ മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, എൻ്റെ വീട്ടിൽ വിശുദ്ധന്മാർ വന്നാൽ വേദപുസ്തക പ്രകാരമേ ഞാൻ അവരെ സ്വീകരിക്കുള്ളൂ. അതിവിടെ തുടരുന്നു. ആര് ദൈവദാസന്മാർ വന്നാലും ഞങ്ങൾ ഇങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറയാനിടയായിത്തീർന്നു. എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഇതിനകത്ത് പ്രത്യേകമായിട്ട് ചിന്തിച്ചത്, അദ്ദേഹത്തെ ആരും സ്വീകരിക്കാതിരുന്നപ്പോൾ ഉള്ളിൽ തോന്നി വന്ന ഒരു ചിന്തയാണ് ഈ മഹനീയമായ ചിന്ത. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ മഹാദുഃഖങ്ങളിലും സങ്കടങ്ങളിലും കൂടെ കടന്നു പോകുമ്പോൾ ദൈവം നിങ്ങൾക്കൊരു പുതിയ ദൗത്യം തരും. ആ ദൗത്യം തഴഞ്ഞു കളയരുത്, അത് ഏറ്റെടുക്കണം. അത് വലിയ അനുഗ്രഹമാണ്, തലമുറയ്ക്ക് അനുഗ്രഹമാണ്. ഞങ്ങൾ വീണ്ടും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഉപദേശി, ഈ കിണറ്റിൻകര കെട്ടിക്കളത്താത്ത ഒരു കിണറാണ്, സാധാരണ ഒരു ചെറിയ കിണർ, അതിന് ചുറ്റും അപ്പുറം ഇപ്പുറം രണ്ട് കമ്പ് വെച്ചിട്ടുണ്ട്, ഇടയ്ക്കൊരു കമ്പ് വെച്ചിട്ടുണ്ട്. ഈ കമ്പിൻ്റെ രണ്ടറ്റത്തും ഓരോ ചെറിയ പഴക്കൊല കെട്ടി തൂക്കിയിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഈ നാട്ടിൽ ആദ്യം രക്ഷിക്കപ്പെട്ടയാൾ. ഈ രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ നാട്ടിൽ ആരും എന്നെ കൊണ്ട് വെള്ളം കോരിക്കുകയില്ല. ഞാൻ വളരെ ദുഃഖിച്ചു. അവസാനം ഞാൻ തന്നെ ഒരു കിണർ വെട്ടി. ആ കിണറാണിത്. എന്നാൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി നോക്കണം. ചുറ്റുപാടുമുള്ള കിണറുകളൊക്കെ വറവിൽ വറ്റും. എൻ്റെ ഈ കിണർ മാത്രം വറ്റത്തില്ല. ആദ്യമൊക്കെ അവർക്ക് വരാൻ മടിയായിരുന്നെങ്കിലും പിന്നീട് അവർ ഇവിടെ വന്ന് വെള്ളം കോരാൻ തുടങ്ങി. അവർ വെള്ളം കോരുമ്പോൾ ദാഹവും ക്ഷീണവും തോന്നുമ്പോൾ ഓരോ പഴം കഴിച്ചോട്ടെ എന്ന് വെച്ചാണ് ഞാൻ ഈ പഴക്കൊല തൂക്കിയിരിക്കുന്നത്. കുടിയിൽ ധാരാളം വാഴയുണ്ട്, അതിൽ നല്ല കൊലയൊക്കെ വിൽക്കും. സാധാരണപ്പെട്ട കൊലകൾ അവരും കഴിക്കട്ടെ എന്ന് വെച്ച് കെട്ടി തൂക്കുന്നതാണെന്ന് പറഞ്ഞു.